ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരുപക്ഷെ ഞാൻ വർഷ തന്നെയാണെന്ന് ബോധ്യപ്പെട്ടാൽ നീ ആരാണെന്നും എന്താണെന്നൊക്കെ എനിക്ക് നേരത്തെ ബോധ്യപ്പെട്ടതാ. എന്താ എന്താ ഇവിടെ ഉണ്ടായത്? എന്താ മോനെ? ആരോ അകത്തുനിന്ന് പുറത്തേക്ക് ഓടിയെന്നാണോ പറയുന്നത്? ആരാ ആരാ ഓടിപ്പോയത്? മുഖംമൂടി വെച്ചിരുന്നോ? മോഷ്ടിക്കാൻ വല്ലതും വന്നതായിരിക്കുവോ? ഈശ്വര, എന്താ 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 ഇവിടെ ഒരു ബഹളം? മോനെ, വീട്ടിനകത്തും ആരോ ഇറങ്ങി ഓടിയെന്ന്. ആരോ ഇറങ്ങി ഓടിയുന്നു? ആ ടോർച്ച് ഇങ്ങോട്ട് തന്നെ വാടാ. ഏട്ടാ ഏട്ടാ, ഇവിടെയെങ്ങും ആരുമില്ല. വിനുവേണ്ണന് തോന്നിയതായിരിക്കും. വന്നേ, ഇങ്ങോട്ട് വന്നേ. നോട്ടക്ക് എന്താടാ പേടിയുണ്ടോ? വാ. എന്നാ എനിക്ക് പേടിയുണ്ട്. എന്തായി മോനെ? ഈ പരിസരത്തൊന്നും ഒരാള് പോലും ഇല്ല. മോഷ്ടിക്കാൻ വന്നവരെ എപ്പോഴേ രക്ഷപ്പെട്ടു പോയി കാണും. അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്താ മോഷ്ടിക്കാനുള്ളത്? മോനെ, നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. നീ കണ്ടെന്നോ? അയ്യോ, അമ്മ വല്ലാതെ പേടിച്ചിട്ടുണ്ടാവും. കാതിലും കഴുത്തിലും ഒക്കെ കിടന്നതുണ്ടോന്ന് നോക്കാം. കള്ളൻ എന്തിനാ അച്ചമ്മയുടെ മുറിയിൽ വന്ന് കയറണം? ആരായിരിക്കും ആ കള്ളൻ? എന്നെ എപ്പോഴും പിന്തുടരുന്ന അമ്മാവന്റെ സംശയദൃഷ്ടികൾ ഒഴിച്ചാൽ മറ്റെല്ലാ രീതിയിലും ഞാൻ ഈ പോലത്ത് സുരക്ഷിതയാ. ഒരു വിധത്തിൽ നോക്കിയാ വിക്രം എന്ന എന്റെ ഭർത്താവിന്റെ വരവ് എനിക്ക് അനുകൂലമാണ്. ഞാൻ മരണപ്പെട്ടു എന്നുള്ളൊരു തോന്നല് അമ്മാവനുണ്ടായല്ലോ. എന്നാലും അമ്മാവൻ എന്നെ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. ചന്ദ്രികയുടെ മകൾ വർഷ തന്നെയാണ് അമ്മുവിന്റെ രൂപത്തിൽ അവതരിച്ചതെന്ന് ബോധ്യപ്പെടാൻ പഴുതുകൾ തേടുന്ന അമ്മാവൻ. ഒരുപക്ഷെ ഞാൻ വർഷ തന്നെയാണെന്ന് ബോധ്യപ്പെട്ടാൽ നീ ആരാണെന്നും എന്താണെന്നൊക്കെ എനിക്ക് നേരത്തെ ബോധ്യപ്പെട്ടതാ. പക്ഷെ നീ എവിടം വരെ പോകുമെന്ന് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഈ
ഇനി നിന്റെ നാടകം ഈ കോവിലത്ത് നടക്കില്ലടി. കടക്കടി പുറത്ത് ഇറങ്ങി പോടി വിടുക. അമ്മാവനിൽ നിന്ന് മാപ്പോ വിട്ടുവീഴ്ചയോ പ്രതീക്ഷിക്കണ്ട. കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ പോലും മടിക്കില്ല. ദേവി, മഹാമായെ, അമ്മാവൻ എന്നെ അടുത്തൊന്നും തിരിച്ചറിയരുതേ. മറ്റൊരു അഭയസ്ഥാനം കിട്ടുന്നതുവരെ അമ്മാവന് ഞാൻ വർഷയാണെന്ന് കാട്ടിക്കൊടുക്കാതെ എന്നെ സംരക്ഷിക്കണേ മഹാമായെ. നിക്ക്. എച്ചിൽ പാത്രം ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോയാ പോരാ, കഴുകി വെക്കണം. നീ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന സുപ്പീരിയർ ഓഫീസർ ഒന്നും അല്ലല്ലോ. അവനവൻ കഴിക്കുന്ന പാത്രത്തിലെ എച്ചില് അവനവൻ തന്നെ കഴുകി വെക്കണം. അത് ചെയ്തെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. നിർത്തടി. ഞാനൊരു അടുക്കളക്കാരിയുടെ മകളൊന്നും അല്ല. കരുണാകര കുറുപ്പിന്റെയും സുമലതയുടെയും മകളാ. എന്റെ എച്ചൽ പാത്രം കഴുകിയെന്ന് വെച്ച് നിനക്ക് പ്രത്യേകിച്ച് കേടുപാടുകളൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. സംഭവിക്കും. ഞാൻ മതില് ചാടി വന്ന പെണ്ണൊന്നും അല്ല. 4 പേര് കാണുക താലി കെട്ടി കൊണ്ടുവന്ന പെണ്ണ യഥാർത്ഥ മരുമകള്. ഒളിച്ചു ചാടി വന്ന് മരുമകളായവളുടെ പാത്രം കഴുകേണ്ട ഗതികേടൊന്നും തൽക്കാലം എനിക്കില്ല. എന്തു പറഞ്ഞാലും മതിൽ ചാടി വന്നു, മതിൽ ചാടി വന്നു. അതല്ലാതെ വേറൊന്നും പറയാനില്ലല്ലോ നിങ്ങൾക്കൊന്നും. പ്രേമൊന്നും പറഞ്ഞ് പുറകെ വാലാട്ടി നടന്നവന്റെ ഗതികേട് കണ്ടിട്ടാ മതിൽ ചാടേണ്ടി വന്നത്. അത് എന്റെ തെറ്റ് തന്നെയാ. എന്നുവെച്ച് അധികം കിടന്നങ്ങ് വിളയല്ലേ. എന്റെ കുഞ്ഞിന് വിഷം കൊടുത്തു തൊലച്ച കുടുംബക്കാരാ. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ കണക്കായിപ്പോയി. അതിന്റെ കണക്കാ ഞാൻ തീർത്തോണ്ടിരിക്കുന്നെ. എന്റെ എല്ലാ ദാസിപ്പണികളും ഇവിടെ ഉള്ളവര് ചെയ്തു തീർക്കണം. ഇതെന്റെ പ്രതികാരമാ. പ്രതികാരം ധാഷ്ടിയൊക്കെ സ്വന്തം കുടുംബത്തിൽ പോയി കാണിച്ചാ മതി. എന്നോട് കാണിച്ച ഞാൻ വകവെക്കില്ല. അതിന് നീ ആരാണ്? ഇവിടുത്തെ കെട്ടിലമ്മയോ? എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്റെ പാത്രം കഴുകാൻ ഇവൾക്ക് മനസ്സില്ലാന്ന്. അത്രയ്ക്കങ്ങ് അഹങ്കരിക്കാൻ ഇവൾക്ക് എന്ത് യോഗ്യത ഉള്ളത്? എന്താ സുചിത്ര ഇതൊക്കെ? ഹരിതയുടെ പാത്രം കൂടി ഒന്ന് കഴുകി വെച്ചാ നിനക്ക് എന്ത് കുറവാ സംഭവിക്കാൻ പോകുന്നത്? കേട്ടല്ലോ. ഞാൻ ചോദിച്ച ചോദ്യം തന്നെയാ അമ്മയും ചോദിക്കുന്നേ. അപ്പോ തെറ്റ് നിങ്ങളുടെ ഭാഗത്താ. മോളെ, വഴക്ക് വേണ്ട. മാനത്തെ കൊട്ടാ